നമസ്കാരം. എസ് ബി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. വലിയ തൻ്റെ ഇടത്തോടെ നിൽക്കുകയാണ് ഇപ്പോൾ 2 പേർക്ക് സീറ്റ് നിഷേധിച്ചതിലൂടെ. ആ 2 പേരെന്ന് പറഞ്ഞാൽ ഒന്ന് എൽദോസ് കുന്നപ്പള്ളിയും അതോടൊപ്പം തന്നെ മറ്റൊരു നേതാവ് നമ്മുടെ കാട്ടുകോഴി രാഹുൽ മാങ്കൂട്ടത്തിലും. ഈ 2 നേതാക്കന്മാരെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ആണ് ഇത്തവണ സ്ഥാനാർത്ഥി പട്ടിക പുറത്തേക്ക് വിട്ടത്. ആ സ്ഥാനാർത്ഥി പട്ടിക പുറത്തേക്ക് വിട്ടു. എൽദോസ് കുന്നപ്പള്ളിക്കെതിരായിട്ട് ഇപ്പോൾ പറയുന്നത് രാഷ്ട്രീയമായ ഗൂഢാലോചനയായിരുന്നു അങ്ങനെ ഒരു കേസ് ഉയർന്നു വന്നതിൻ്റെ പിന്നിൽ എന്നാണ് എൽദോസ് കുന്നപ്പള്ളി പറയുന്നത്. പക്ഷേ എന്നിട്ടും എൽദോസ് കുന്നപ്പള്ളി ജാമ്യത്തിൽ ഇറങ്ങേണ്ട ഗതികേട് എൽദോസ് കുന്നപ്പള്ളിക്കുണ്ടായി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ പറയുന്നത് കൂട്ടത്തിലുള്ളവർ തന്നെ ചതിച്ചതാണ്. കാര്യം ഒരു ടീച്ചറെ ഉപദ്രവിക്കുന്നു, കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന അടക്കമുള്ള അവരുമായിട്ട് അവിഹിത ബന്ധം വെച്ച് പുലർത്തുകയും എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇവർ വഴിമാറി പോകാത്തന്നെ ഇവർ ഉപദ്രവിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരായിട്ടുള്ള കേസ്. ആ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. മറ്റൊരാളെക്കുറിച്ച് പറയണ്ടല്ലോ, പാലക്കാട് എന്നുള്ള MLA. ഇപ്പോൾ പാലക്കാട് നിന്ന് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു വെച്ച നല്ല കാര്യങ്ങൾ തുടരാൻ വേണ്ടിയിട്ടാണ് ഒരാൾ അവിടെ സ്ഥാനാർത്ഥിയായത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തു വെച്ചതിനെക്കുറിച്ചൊന്നും കൂടുതലായി വിളമ്പി നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിനെ വീണ്ടും കലുഷിതമാക്കാനോ അതല്ലെങ്കിൽ ഈ പറയുന്ന സെൻസർ ചെയ്യിക്കാനോ ഒന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഥ എല്ലാവർക്കും അറിയുന്നത് അത് അവിടെ തന്നെ നിൽക്കട്ടെ. ഇവരെ 2 പേരെയും പുറത്താക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. 2 പേരും പെണ്ണ് കേസിൽപ്പെട്ടവരെയാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്. 2 പേർക്കും സീറ്റില്ല. അപ്പോൾ എന്നാൽ അവിടെ കൊണ്ട് അവസാനിക്കുന്നുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം IC ബാലകൃഷ്ണൻ എന്ന് പറയുന്നൊരു നേതാവുണ്ട്. ഈ IC ബാലകൃഷ്ണൻ സുൽത്താൻ ബത്തേരിക്കാരനായ സുൽത്താൻ ബത്തേരി MLA ആണ്. ഈ IC ബാലകൃഷ്ണൻ എന്നാൽ അത്ര നല്ല പുള്ളിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കുറേ കാലമായി ഒളിവിൽ കഴിഞ്ഞ ഒരു പ്രതിയാണ് IC ബാലകൃഷ്ണൻ. അതിനുശേഷം പോലീസ് പിടിക്കുകയും ഏകദേശം അവിടെ കൊണ്ടുവന്നിരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യലിന് വിധേയനാവുകയും ചെയ്ത ഒരു നേതാവാണ് IC ബാലകൃഷ്ണൻ. ആ IC ബാലകൃഷ്ണൻ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് തന്നെ സീറ്റ് നൽകിയിട്ടുണ്ട്. എന്നാൽ എന്തിനായിരിക്കാം IC ബാലകൃഷ്ണൻ? പെണ്ണ് കേസിലാണോ? അല്ല. IC ബാലകൃഷ്ണൻ പെണ്ണ് കേസൊന്നുമല്ല. ഇവിടെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് IC ബാലകൃഷ്ണൻ ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കുറ്റം. നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. NM വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 2024 അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. വെറുതെ ആത്മഹത്യ ആയിരുന്നില്ല, ഒരു കൊലപാതകവും ആത്മഹത്യയും നടന്നു. ഒരു ബുദ്ധിസ്ഥിരതയില്ലാത്ത അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭിന്നശേഷിക്കാരനായ സ്വന്തം മകനെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. അതായത് ഈ NM വിജയൻ എന്ന് പറയുന്ന അവിടുത്തെ നേതാവ് ജില്ലാ ട്രഷററായിരുന്നു. വയനാട് കോൺഗ്രസ് DCCയിലെ ജില്ലാ ട്രഷററായിരുന്നു അദ്ദേഹം. എന്തായിരുന്നു അദ്ദേഹം ചെയ്ത കുറ്റം? അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ആ കാരണം മറ്റൊന്നും ആയിരുന്നില്ല, ഈ IC ബാലകൃഷ്ണൻ അടക്കം നടത്തിയ നിയമന കോഴ തട്ടിപ്പ്. അതായത് അവിടുത്തെ സഹകരണ സംഘത്തിലേക്ക് നിയമനം നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഇത് വാങ്ങുന്നു. എന്നിട്ട് ഏറ്റവും ഒടുക്കം ഇതിൻ്റെ എല്ലാം കൂടി ബാധ്യത എടുത്ത് തലയിൽ വെച്ച് കൊടുത്തത് ഈ പാവപ്പെട്ട ട്രഷറുടെ തലയിലേക്കാണ്, NM വിജയൻ്റെ തലയിലേക്കാണ്. അദ്ദേഹത്തിന് ഇതെല്ലാം കൂടെ കൊടുക്കാനുള്ള പാങ്ങൊന്നുമില്ലായിരുന്നു. പാവപ്പെട്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ മനുഷ്യനെ എല്ലാ തരത്തിലും ഉത്തരവാദിയാക്കി മാറ്റുകയാണ്. തിരിച്ചടയ്ക്കാൻ ഒരു മാർഗവുമില്ല. പാർട്ടി കൈയൊഴിഞ്ഞു. IC ബാലകൃഷ്ണൻ അടക്കം പോയി വേറെ പണി നോക്കാൻ പറഞ്ഞു. നിയമനം നടന്നോ? ഇതുമില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിയമനക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ടും ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും IC ബാലകൃഷ്ണനെതിരായി ഇപ്പോൾ വിജിലൻസ് കേസ് നിലവിലുണ്ട്. അപ്പം ആത്മഹത്യാ പ്രേരണ കുറ്റം വേറൊന്ന്, മറ്റൊന്ന് ഈ നിയമനത്തിനായി കോഴ വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിജിലൻസ് കേസ്. അങ്ങനെ 2 കേസുകളാണെന്നേ ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ളത്, IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവിനുള്ളത്. NM വിജയൻ്റെ കുടുംബക്കാർ വന്നിട്ട് പറഞ്ഞു, ഈ ഒരു കാരണവശാൽ IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഈ കൊടും കുറ്റവാളിയെ ഒരു കാരണവശാലും നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരരുത്, സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് NM വിജയൻ്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അവരാലോചിക്കുകയാണ്, NM വിജയൻ്റെ കുടുംബക്കാരാ ഇത് പറയാൻ, ഞങ്ങൾ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് മറിച്ച് ചോദിക്കും. സ്വാഭാവികം, അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ഇവരുടെ കടമെല്ലാം എഴുതി തീർക്കാം, അല്ലെങ്കിൽ ഇവരുടെ ബാധ്യതകളെല്ലാം കോൺഗ്രസ് പാർട്ടി നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കി അവരുടെ വീട്ടുകാരെ പറ്റിച്ചു. ആ എഗ്രിമെൻ്റ് തന്നെ മറ്റൊരു വക്കീൽ മുഖാന്തിരം ഇവിടെ നിന്ന് T സിദ്ദിഖ് എന്ന് പറയുന്ന MLAയും അദ്ദേഹത്തിൻ്റെ പിണിയാൾ സഹിതം ഇത് വാങ്ങിക്കൊണ്ട് പോയി. അങ്ങനെയും ആ പാവപ്പെട്ട കുടുംബത്തെ വഞ്ചിച്ചു. ഏറ്റവും ഒടുവിൽ ഇവരെല്ലാം മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് പറയുമ്പോഴാണ് പുറം ലോകത്ത് ജനങ്ങൾ ഇതെല്ലാം അറിയുന്നത്. ഇങ്ങനെ വയനാട്ടിലെ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തെ ഈ രീതിയിൽ, അതും പാർട്ടിക്കാരായ കോൺഗ്രസ്സുകാരൻ്റെ കുടുംബത്തെ പോലും വഞ്ചിക്കാൻ മടിയില്ലാത്ത നേതാവായി IC ബാലകൃഷ്ണൻ മാറി നിൽക്കുന്നു. ആ IC ബാലകൃഷ്ണനെയും ഇത്തവണ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസിൻ്റെ തെറ്റായ തീരുമാനമെന്നോ നല്ല തീരുമാനമെന്നോ ഒന്നും പറയാൻ ആളില്ല. പക്ഷേ അത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം തെറ്റാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊരാളാണ് M. വിൻസെൻ്റ്. നമുക്കറിയാം, തിരുവനന്തപുരം സ്വദേശിയാണ്.
തിരുവനന്തപുരം കോവളംകാരനാണ് എം വിൻസെൻ്റ് എന്ന് പറയുന്ന നേതാവ്. ആ വിൻസെൻ്റോ 1 മാസത്തോളം ഒരു സ്ത്രീയെ, അതും അയൽവക്കക്കാരിയായ ഒരു സ്ത്രീയെ പീഡിപ്പിക്കുക മാത്രമല്ല അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കടക്കൽ, അവരെ ദേഹോപദ്രവമേൽപ്പിക്കൽ, കൊലപ്പെടുത്താൻ ശ്രമിക്കൽ, ഇതെല്ലാം ഈ കുറ്റകൃത്യമായി ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോഴും നിലവിലുണ്ട്. അവർ രാഹുൽ ഗാന്ധിക്ക് പരാതി അയച്ചു. എന്തിന്? ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന, ഞാനൊരു കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു അപ്പലറ്റ് അതോറിറ്റി ഒന്നും അല്ല ഈ ശരിക്കും പറഞ്ഞ രാഹുൽ ഗാന്ധി. അതിനുള്ള യോഗ്യതയോ കഴിവോ ഒന്നും ഇല്ലാത്ത വെറും ഒരു ദുർഗുണ പരബ്രഹ്മമായ ഒരു നേതാവ് തന്നെയാണ് ഈ രാഹുൽ ഗാന്ധി. ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് പോകാമെന്നോ, രാഹുൽ ഗാന്ധിയുടെ ചിറകിലേറിക്കൊണ്ട് രാജ്യത്തെ ഭരണം ഇങ്ങ് പിടിച്ചെടുക്കാൻ കഴിയുമെന്നോ കോൺഗ്രസിൽ ഈ കതറിട്ടുകൊണ്ട് നടക്കുന്ന ഒരാളും വിശ്വസിക്കേണ്ടെന്നേ. ഈ ജനങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമേ ഇല്ലാതായിപ്പോയി. അത് വാസ്തവം തന്നെയാണ്. രാഹുൽ ഗാന്ധി ഇനി ഒരിക്കലും ജയിക്കില്ല എന്ന് മാത്രമല്ല, അവിടെ അങ്ങനെ ഒരു പദത്തിലേക്ക് എത്തില്ല, 100% ഉറപ്പാണ്. അതിനുള്ള ക്വാളിറ്റിയോ ആംബിയറോ ഒന്നും ഈ രാഹുൽ ഗാന്ധിക്കില്ല, വസ്തുതയാണ്. എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരെ നമ്മൾ കണ്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ പോലൊരു പാഴിനെ എന്ന് തന്നെ പറയേണ്ടി വരും നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നതാണ് വാസ്തവം. ആ രാഹുൽ ഗാന്ധിക്ക് പരാതി കൊടുക്കുന്നുണ്ട്, എന്ത് ഗുണമാണ്? ഈ സ്ത്രീ രാഹുൽ ഗാന്ധിക്ക് പരാതി കൊടുത്തു, എന്താ വിൻസെന്റിനെ ഇനി സ്ഥാനാർത്ഥിയാക്കരുത്, അയാൾ ക്രിമിനൽ ഒഫൻഡറാണ്. എന്ത് ചെയ്തു അദ്ദേഹം? ഈ സ്ത്രീയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു, അവരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് അല്ലെങ്കിൽ അവരെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചു, അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കടന്നു ചെന്നു. അദ്ദേഹം അപ്പോഴും അതേ MLA തന്നെയാണെന്നേ, അതേ MLA തന്നെയാണ്. ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ പയറ്റിക്കൊണ്ടിരുന്ന വേറൊരു ആയുധമായിരുന്നു തീവ്രത, PK ശശിയുടെ തീവ്രത. അതായിരുന്നു ഈ പറഞ്ഞ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വന്ന സാഹചര്യത്തിലും വിൻസെൻറ്റിൻ്റെ കേസ് വന്ന സമയത്തും എൽദോസ് കുന്നപ്പള്ളിയുടെ കേസ് വന്ന സമയത്തും ഏറ്റവും വലുതായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നൊരു സംഭവമായിരുന്നു PK ശശിയുടെ തീവ്രത. ഇന്ന് കോൺഗ്രസ്സുകാർക്ക് തീവ്രതയിലൊന്നുമില്ല. തീവ്രത കുറഞ്ഞതെന്നോ കൂടിയെന്നുള്ള വ്യത്യാസമൊന്നും യാതൊന്നുമില്ല. പക്ഷേ ഈ തീവ്രത അളക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നിന്നൊരു MLA എന്ന് പറയുന്ന പേര്, ഈ പറയുന്ന ലൈംഗിക ക്ഷമതാ പരിശോധനയ്ക്കായിട്ട് വെയിറ്റ് ചെയ്തൊരു നേതാവിൻ്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന 34-കാരനാണ്. ആ ഒരു MLA ആയിരുന്നു പാലക്കാടുള്ള. അത് ഇപ്പോഴും നിലവിൽ MLA തന്നെയാണല്ലോ, രാജിവെച്ചിട്ടില്ലല്ലോ. അപ്പം ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്ത 2 നേതാക്കന്മാരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ പറയുന്ന നമ്മുടെ കോൺഗ്രസ് പാർട്ടി. 2 നേതാക്കന്മാരും IC ബാലകൃഷ്ണൻ അവിടെ നിന്ന് മത്സരിക്കുന്നു, ഇവിടെ നിന്നുകൊണ്ട് ഈ വിൻസെൻ്റ് കോവളത്തിൽ നിന്ന് മത്സരിക്കുന്നു. അപ്പോൾ 2 പേരും, അതും വിശേഷിച്ച് ഒരാൾ സ്ത്രീ പീഡനവും ഒരാൾ ഈ പറയുന്ന ആത്മഹത്യാ പ്രേരണ കുറ്റവും സ്വന്തം പാർട്ടിക്കാരെ തേച്ചൊട്ടിച്ചവരാണ് ഇവർ 2 പേരും. അങ്ങനെയുള്ളവർക്കെതിരായിട്ട് ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി കൊടുത്തു എന്നാണ് അതിജീവത, അതായത് രണ്ടാമത്തെ എം വിൻസെൻറ്റിൻ്റെ കേസിലെ അതിജീവത പറയുന്നത്. പരാതി കൊടുത്തിട്ടുണ്ട്, എന്ത് കാര്യത്തിനാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെന്നല്ല ഒരിടത്തും ഒരു പ്രയോജനവുമില്ലാത്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. ഈ രാഹുൽ ഗാന്ധി പറയുന്നത് മലയാളിക്ക് മനസ്സിലാവണമെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ വന്ന് ഇന്നുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഈ അബ്ദുൽ സമദ് സമദാനിയെ പോലുള്ള ആൾക്കാരാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെങ്കിലോ പാലോട് രവി അദ്ദേഹത്തിനെ പോലെയോ PJ കുര്യനെ പോലുള്ള ആൾക്കാരാണെങ്കിലോ ഇതൊന്നും മലയാളിക്ക് വേണ്ട രീതിയിൽ എത്തിക്കിട്ടില്ല എന്നുള്ള കാര്യം വാസ്തവമാണ്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി പാലോട് രവി അല്ല, ഇനിയിപ്പോൾ സാക്ഷാൽ ആരൊക്കെ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. അത്രയ്ക്ക് കഴമ്പില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു നേതാവാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി. ഈ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പണ്ട് VS അച്യുതാനന്ദൻ പറഞ്ഞതാണ് കറക്റ്റായ പ്രയോഗം. ആ പ്രയോഗം തൽക്കാലം ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നേതാക്കന്മാരാണ് ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയെ നയിക്കാനുള്ളത് എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്കൊരു തരളിതത്വം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തവണ സത്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പങ്കൊന്നും വഹിക്കാനൊന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വയനാട് തന്നെ, ഇപ്പോൾ കൽപ്പറ്റയിലാണെങ്കിൽ തന്നെയും IC ബാലകൃഷ്ണൻ സുൽത്താൻ ബത്തേരിയിലാണെങ്കിൽ തന്നെയും ഒന്നും വലിയ പ്രയോജനമൊന്നുമില്ല. കാര്യം അവിടെ ഇപ്പോഴും ഒരു സ്മാരകം പോലെ ഒരു പ്രദേശം ഇങ്ങനെ വരണ്ടുണങ്ങി കിടപ്പുണ്ട്. ആ പറയുന്ന സ്ഥലത്ത്, കുന്നംപറ്റ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു കല്ലെങ്കിലും ഇട്ട് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. ഇനിയിപ്പം പ്രോട്ടോക്കോൾ വന്നുകൊണ്ട് ഈ പരിപാടി നടക്കില്ല. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ മുങ്ങിക്കിടക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ് പാർട്ടി. ഇതൊക്കെ സത്യത്തിൽ ജനം തിരിച്ചറിയുക എന്നുള്ളതാണ് ഇനിയും ചെയ്യേണ്ട കാര്യം. ഇങ്ങനെയുള്ള നേതാക്കന്മാരാണ് ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി മത്സരരംഗത്തേക്കുള്ളത്. ഇനിയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലരെയും കാണാം. ഇപ്പം നമ്മൾ തൃത്താലയിലേക്ക് പോയി കഴിഞ്ഞാൽ തൃത്താല കോൺഗ്രസിനെ നശിപ്പിച്ച ഒരു നേതാവാണ് ഇപ്പം VT ബൽറാം എന്ന് അവിടുത്തെ മുഹമ്മദ് എന്ന് പറയുന്നൊരു നേതാവ് തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കെതിരായി പാർട്ടിക്കാർ തന്നെ മുന്നോട്ട് വരുന്ന സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.